ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട 10 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബൽറാം, റിജിത്ത്, ഇന്ന് ഛത്തീസ്ഗഡിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 10 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഈ വൻ മാവോയിസ്റ്റ് വേട്ട നടന്നിരിക്കുന്നത്. അതിൽ വധിക്കപ്പെട്ടവരിൽ മാവോയിസ്റ്റുകളുടെ മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. മാവോയിസ്റ്റുകളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മനോജ്, മോഡം ബാലകൃഷ്ണ എന്ന് അറിയപ്പെടുന്ന മനോജും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇയാളുടെ തലയ്ക്ക് 1 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, മാവോയിസ്റ്റ് നേതാക്കൾ ഉൾപ്പെടെ ഈ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. STF-ഉം ഒപ്പം തന്നെ കോബ്ര വിഭാഗവും സംയുക്തമായാണ് ഈ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത്. അതിനിടെയാണ് ഇത്തരത്തിൽ വലിയൊരു സംഘം മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഈ ഏറ്റുമുട്ടലിൽ മുതിർന്ന മാവോയിസ്റ്റുകളെ ഉൾപ്പെടെ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഗരിയാബന്ദ് ജില്ലയിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത് എന്നാണ് ഛത്തീസ്ഗഡ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട, 10 മാവോയിസ്റ്റുകളെ വധിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.